വിഭജികയും മകളും വലിയ വേദനയായിരുന്നു. ഏതായാലും ഷാർജയിൽ ആത്മഹത്യ ചെയ്ത വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് ദുബായിൽ സംസ്കരിക്കും. വൈഭവിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നില്ല. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഈ വിഭജികയുടെ കുടുംബവും ഭർത്താവ് നിതീഷിന്റെ കുടുംബവും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് അവിടെ തന്നെ വൈഭവിയുടെ മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനമായത്. വിഭജികയുടെ കുടുംബം ഏതായാലും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. എസ് രഞ്ജിത്താണ് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, വലിയ വേദനയാണ് വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണം. പക്ഷേ വൈഭവിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നില്ല എന്ന് തീരുമാനമായിരിക്കുന്നു. മറ്റ് നടപടികൾ എന്താണ് വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്? വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ ദുബൈയിൽ തന്നെ സംസ്കരിക്കാൻ ഇന്നലെ തന്നെ ധാരണയായിരുന്നു. ഇന്നലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഈ വിഭജികയുടെ കുടുംബവും അതുപോലെ തന്നെ നിതീഷിന്റെ കുടുംബവും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ തുടക്കം മുതൽ വിഭജികയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത് ഈ വിഭജികയുടെയും ഒപ്പം തന്നെ കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കണം, അവിടെ സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്നതായിരുന്നു. ഇന്നലത്തെ ചർച്ചയിലും കുടുംബം ഇത് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ നിതീഷിന്റെ കുടുംബം ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ തടസ്സമില്ല, പക്ഷെ കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ വിട്ടു നൽകണം, ഇവിടെ സംസ്കാര ചടങ്ങുകൾ നടത്തണം എന്നതായിരുന്നു നിതീഷിന്റെ കുടുംബം ആവശ്യപ്പെട്ടത്. തുടർന്ന് നടന്ന ചർച്ചയിലാണ് അക്കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിയത്. അത് പ്രകാരമാണ് വിഭജികയുടെ മൃതദേഹം മാത്രം നാട്ടിലേക്ക് എത്തിക്കാം, കുഞ്ഞിന്റെ സംസ്കാരം ഇവിടെ ദുബൈയിൽ നടത്താം എന്നൊരു ധാരണ എത്തിയത്. അത് പ്രകാരം വിഭജികയുടെ മൃതദേഹം ഒരുപക്ഷെ നാട്ടിലേക്ക് എത്തിക്കുന്നത് സംബന്ധിച്ച കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകും. കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകളും ഇന്ന് ദുബൈയിൽ നടക്കും. ഇത് എപ്പോഴെന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ സംസ്കാര ചടങ്ങിൽ വിഭജികയുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കും എന്ന് അവർ ഇന്നലെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിയാണ്, അമ്മ ശൈലജയുടെ കണ്ണീരൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും വൈഭവിയുടെ മൃതദേഹം അവിടെ സംസ്കരിക്കുന്നു.